അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ബൈബിൾ പറഞ്ഞ് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്: നിങ്ങൾ സത്യം അറിയുകയും അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നുണകൾ മാത്രം പടച്ചുവിടുകയും പടച്ചുവിട്ട നുണയെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും സമൂഹത്തെ മുഴുവൻ അതിൽ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ പരിശ്രമിക്കുകയും എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ നുണ ശരിയായിരുന്നു എന്ന് സംശയിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോൾ സത്യം അറിയാനും സത്യം മനസ്സിലാക്കാനും സത്യത്തെ മുറുകെ പിടിക്കാനും ധൈര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ വയനാട്ടുകാരെ ഇത് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. OR കേളു എന്താണ് വയനാട്ടിൽ ചെയ്തത് എന്ന് വയനാട്ടുകാരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഇത് ഞങ്ങൾക്കറിയാം, അല്ലേ? നമുക്കറിയില്ലേ? ഇനി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പറയാമോ OR കേളു ഒരു അഴിമതിക്കാരനായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി വ്യത്യസ്ത, അതായത് LDF പെടാത്ത ഒരാൾ വന്നിട്ട് ഒരു ആവശ്യം പറഞ്ഞിട്ട് നീ LDF പെടുന്നവനല്ല അല്ലെങ്കിൽ പെടുന്നവളല്ല എന്ന് പറഞ്ഞ് ഞാനത് ചെയ്തു തരില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തിയതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ജാതിയുടെ മതത്തിന്റെ പേരിൽ ആരെങ്കിലും മാറ്റി നിർത്തിയതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതാണ് OR കേളു. അദ്ദേഹത്തിന്റെ ഈ നന്മയാണ് എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. ഈ നന്മയാണ് എന്നെ അദ്ദേഹത്തിലേക്ക്